വിറ്റ്നസ് ന്യൂസ് കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിലും നടത്തിയ അഭിപ്രായ സർവേ 4 ഘട്ടമായി പുറത്തുവിടുകയാണ്. തെക്കൻ മണ്ഡലങ്ങളുടെ ഫലമാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവിടുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേ ആദ്യഘട്ടത്തിലും ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, ചാലക്കുടി എന്നീ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഫലം രണ്ടാം ഘട്ടത്തിലും തൃശൂർ, ആലത്തൂര്, പാലക്കാട്, പൊന്നാനി, മലപ്പുറം എന്നീ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ഫലം മൂന്നാം ഘട്ടത്തിലും കോഴിക്കോട്, വയനാട്, വടകര, കണ്ണൂർ, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങൾ അവസാന ഘട്ടത്തിലും സർവേ ഫലം പ്രഖ്യാപിക്കുന്നതാണ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ നിന്നുള്ള സർവേയിൽ ഒരു മണ്ഡലത്തിൽ നിന്നും 2000 ആളുകളെയാണ് ഞങ്ങൾ കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. 4 ചോദ്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയത്. ഒന്നാമതായി, പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ നിങ്ങൾ സംതൃപ്തി ഉള്ളവരാണോ? രണ്ടാമതായി, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ സംതൃപ്തിയുണ്ടോ? മൂന്നാമതായി, റബ്ബർ, നെല്ല് പോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കേണ്ടത് കേന്ദ്രമാണോ അതോ സംസ്ഥാന സർക്കാരാണോ? ഇതിൽ ഉപചോദ്യമായി റബ്ബറിന് 180 രൂപ താങ്ങുവില നൽകുന്നതിൽ സന്തോഷം ഉണ്ടോ എന്നതുമായിരുന്നു. നാലാമത്തെ ചോദ്യമായി കൊടുത്തത് ഈ മണ്ഡലത്തിൽ ആർക്കാണ് നിങ്ങളുടെ പിന്തുണ എന്നാണ്. സർവേ ഫലം പുറത്തു വന്നപ്പോൾ പിണറായി സർക്കാരിനെതിരെ 30% ആളുകൾ വോട്ട് ചെയ്തു. 29% ആളുകൾ തങ്ങൾക്ക് സർക്കാരിന്റെ ഭരണത്തിൽ പരാതി ഇല്ല എന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. 25% ആളുകളാകട്ടെ വളരെ മോശമെന്നും 16% ആളുകൾ ആവറേജ് ഭരണമെന്നും അഭിപ്രായം രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ തൃപ്തിയില്ല എന്നും ഭരണം വളരെ മോശമാണെന്നും 70% ആളുകളാണ് രേഖപ്പെടുത്തിയത്. 18% ആളുകൾ മോദി ഭരണത്തിൽ തൃപ്തി ഉള്ളവരാണ്. 12% ആളുകളാകട്ടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. കാർഷിക മേഖലയിൽ 2 സർക്കാരുകളും ഒരേപോലെ സഹായിക്കണം എന്നാണ് 70% ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തിയത്. റബ്ബർ വില 180 ആക്കിയതിൽ റബ്ബർ മേഖലകളിൽ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. 80% ആളുകൾ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ചാലക്കുടി മേഖലയിൽ സർക്കാരിന്റെ തീരുമാനം നല്ലതെന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. മണ്ഡലം തിരിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ പിന്തുണയാണ് ഞങ്ങൾ ഘട്ടം ഘട്ടമായി പുറത്തുവിടാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ UDF അനുകൂല തരംഗമില്ല എങ്കിലും കൂടുതൽ സീറ്റുകൾ UDFിനാണ് ഞങ്ങളുടെ സർവേയിൽ ലഭിച്ചത്. 11 സീറ്റുകൾ UDF നേടുമ്പോൾ 9 സീറ്റുകൾ നേടുക ഇടതുമുന്നണിയാണ്. ഏതൊക്കെയാണ് ആ മണ്ഡലങ്ങൾ എന്നറിയാൻ കാത്തിരിക്കുക.